മക്കളെ, ജെറുസലേം വചന കൂടാരത്തിൽ നിന്നും ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ കൊതിയോടെ വന്നു നിൽക്കുന്ന മക്കളെ, എനിക്ക് നിങ്ങളെ കാണാൻ എന്തൊരു ആഗ്രഹമാണെന്നോ. നിങ്ങളുടെ ഓരോരുത്തരും വിശേഷങ്ങൾ അറിയാൻ ഞാൻ അതിയായി ദാഹിക്കുകയാണ്. എപ്പോഴെങ്കിലും തൃശ്ശൂരിലൂടെ പോകുന്നുണ്ടെങ്കിൽ ജെറുസലേമിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. കാരണം നിങ്ങളാണ് എന്നെ പ്രകാശിപ്പിക്കുന്നത്. ദൈവത്തിന്റെ വചനമാണ് നമ്മളെല്ലാവരെയും പ്രകാശിപ്പിക്കുന്നത്. വചനം ഇതാണ്, 34-ാം സങ്കീർത്തനം 5-ാം വാക്യം. അവിടത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരായി തീരുകയില്ല. നമ്മൾ പ്രകാശിക്കണമെങ്കിൽ പ്രകാശത്തിന്റെ ജ്യോതിർഗോളത്തിലേക്ക് നോക്കണം. വചനമാകുന്ന യേശുവിലേക്ക് നോക്കണം. ആ യേശുവിന്റെ പ്രതിപുരുഷന്മാരെ നോക്കണം. ആരാണവർ? കുടുംബത്തിൽ മാതാപിതാക്കന്മാർ, വിദ്യാലയത്തിൽ അധ്യാപകന്മാർ, സംഘടനയിൽ നേതൃത്വം നൽകുന്നവർ, ശുശ്രൂഷയിൽ നായകത്വം വഹിക്കുന്നവർ. അവരിലൂടെയാണ് ദൈവത്തിന്റെ പ്രകാശം, വചനത്തിന്റെ പ്രകാശം നമ്മിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് അവരെ നോക്കി നിൽക്കണം. കണ്ടുപോയാൽ പറ്റില്ല, നോക്കണം. കാണലും നോക്കലും തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാൻ കണ്ടു കഴിഞ്ഞാൽ പിന്നെ മറക്കുകയില്ല. പലതും നമ്മൾ നോക്കിപ്പോകും, അത് നമ്മുടെ മനസ്സിൽ പതിയണമെന്നില്ല. വിശുദ്ധനായിരിക്കുന്ന അഗസ്ത്യൻ പറയുന്നു, അമ്മയുടെ ഓരോ വാക്കും നോട്ടവുമാണ് വൈകിയ വേളയിലെങ്കിലും യേശുവിലേക്ക് എന്നെ ഉയർത്തിയത്. അമ്മ പ്രകാശമായി. വിദ്യാർത്ഥികൾ പറയുകയാണ്, എൻ്റെ അധ്യാപകന്റെ സന്മാതൃകയാണ് എൻ്റെ ജീവിതത്തിന് ഉത്തേജനം നൽകുന്നതെന്ന്. ഒരു ചെറിയ കല്ല് വെള്ളത്തിലിട്ടാൽ അലകൾ ഉണ്ടാക്കുന്ന പോലെ നമ്മളും യേശുവിലേക്ക് നോക്കുക. അവൻ നമ്മെ നോക്കുന്നു. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.